ചേട്ടാ ഞാൻ എങ്ങനെ ഇവിടെ വന്നത്? സാർ എന്റെ ഫോട്ടോ എപ്പോഴാ സാറേ എടുത്തേ? ഞാൻ സാറിന്റെ കൂടെയല്ലേ ഉണ്ടായിരുന്നത്. നിന്റെ നാട്ടിലുള്ളവൻ തന്നെ ഇതൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത്. ഞാൻ പിടിച്ചോളാം. ലിസ്റ്റിൽ നിന്റെ പേര് മാത്രം വരട്ടെ, ഒന്ന് ഉരിഞ്ഞെടുക്കും ഞാൻ. പിന്നെ പരിമലപ്പള്ളി ചെന്ന് പറഞ്ഞാൽ മതി. സാറേ ഈ ഫോട്ടോ എന്താ? ഞാൻ വരുന്ന വഴിക്ക് കണ്ടതായനെ. ഇത് നിങ്ങളുടെ നാട്ടിലെ പെണ്ണല്ലേ? അറിയാൻ മേലാത്ത പോലെ നോക്കുന്നു. അല്ല, ഈ പെണ്ണിനെ ഒന്ന് കാണാൻ പറ്റുമോ? ഒന്ന് വളയ്ക്കാൻ വേണ്ടിയായിരുന്നു സാറേ. അല്ല, ഡീറ്റെയിൽസ് വേണമെന്നാ പറഞ്ഞേ. അതെന്നെ കൊണ്ട് പറ്റില്ല. എന്താ? ആ പെണ്ണ് മരിച്ചിട്ട് 4 വർഷമായി സാറേ. സാറേ ഈ സിമിത്തേരി വന്ന് ഗവേഷണം നടത്തി അവാർഡ് മേടിക്കാൻ പോകണോ? പ്രേതങ്ങൾ എന്നെ കണ്ട പേടിച്ചോട് സാറേ. പാവങ്ങളാ സാറേ. വാ നമുക്ക് പോയേക്കാം. ഇപ്പൊ പ്രേതങ്ങളെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ പച്ചത്തവള ടോർച്ച് അടിച്ച് പിടിക്കുന്ന അടിച്ച് നോക്കണമല്ലോ ദൈവമേ. ഈ സമയത്താണ് ഫോട്ടോ എടുക്കുന്നത്. തലയോട്ടികളൊക്കെ നോക്കി ചിരിക്കുന്നല്ലോ. ആ സാറേ, ഇത് ആ പെണ്ണിന്റെ കുഴിമാണം. ഇതാണ്. സൂക്ഷിച്ച് നോക്കൂ സാറേ. ഇതെന്താ സാറേ നെല്ല് ചിക്കുന്നവരെ ചിക്കിക്കൊണ്ടിരിക്കുന്നത്? ഒന്ന് വേഗം നാട്ടെ സാറേ. എടാ, ഇതിൽ ആന്റണി എന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. സോറി സാർ, അപ്പുറത്തെ കല്ലറയായിരിക്കും. ഇത് കൊന്നു കുഴിച്ചുമുടി ഞാൻ പറഞ്ഞേക്കാം. സോറി സാർ. സാറേ എനിക്കുള്ള കുടി ഞാൻ തന്നെ തോണ്ടിയതാ തോന്നുന്നത്. സാറേ ഇത് തന്നെയാണ് സാർ. ഉറപ്പായിട്ടും അറിയാലോ അല്ലേ? എന്നാ സാർ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ലേ? സാർ ഒന്ന് നിൽക്കേ, നോക്കിക്കേ. നോക്കൂ സാറേ. ദേ, അത് മേരി എന്ന് എഴുതിയിരിക്കുന്നത്. സാറേ ആ പെണ്ണിന്റെ പേര് മേരിയും തന്നെയാ. ആ പെണ്ണ് വിജി എന്നാ എന്നോട് പറഞ്ഞത്. സാറേ അത് പെണ്ണല്ല, പ്രേതമാണ്. തന്നെ പിന്നെ പറയുന്നു. എടാ, ഞാൻ എൻ്റെ 2 കണ്ണുകൊണ്ട് കണ്ടതാ. അതൊരു പെണ്ണാ. സാർ ഞാനും എൻ്റെ 2 കണ്ണുകൊണ്ട് തന്നെയാ കണ്ടത്. അത് പ്രേതമാ സാറേ. ഞാൻ ഇവനോട് പറഞ്ഞ ഇതിന്റെ ആവശ്യമൊന്നുമില്ലെന്ന്. എടാ, പുറകെ പ്രേതം വരുന്നുണ്ട്, നോക്ക്. വേണമെങ്കിൽ പോയി നോക്ക്. എടാ, നിന്നോടാ പറഞ്ഞു നോക്ക്. നല്ല പൊക്കോട്ടെ, പോയി നോക്ക്. എൻ്റെ അമ്മ. എന്റെ ദൈവമേ. സാറേ ഇവിടെ എങ്ങാനും കിടന്നിട്ട് രാവിലെ എങ്ങനെ എഴുന്നേറ്റ് പോവാ സാറേ? രാവിലെ പ്രേതം വരത്തില്ല സാറേ. നീ കൊണ്ടുപോകുന്ന സ്ഥലത്ത് പ്രേതമൊക്കെ ഉള്ളത്. സാറേ നമ്മളെ പോലുള്ള കന്നി പിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ പ്രേതങ്ങൾ പിടിക്കുന്ന എന്റെ വല്യമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അയ്യോ. അയ്യോ എന്തിനാ അയാളെ കൊന്നേ? പ്രസിഡന്റിന്റെ മോള് കൊലയാളിയാണെന്ന് നാട്ടുകാർ നാളെ പറയില്ലേ? എടാ പൊട്ട, അവൻ പേടിച്ച് മയങ്ങി വീണതാടാ. നീ എഴുന്നേപ്പിച്ചേ. പേടിച്ച് മയങ്ങിയെന്നോ? പോലീസുകാരാ, പോലീസുകാരാ, നിങ്ങൾ എന്നാ പോലീസാ? ഒരു പ്രേതത്തിനെ കണ്ടിട്ട് ബോധം കെട്ട് താഴെ വീണില്ലേ? ചുമ്മാ ഇരിക്കുന്നുണ്ടോ? ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ല. ആഹാ, കഴിച്ചിരുന്നെങ്കിൽ പ്രേതത്തിനടുത്ത് തോള വെച്ച് നടന്നു പോയേനെ. അതെ, അവന് വിവരമില്ലാതെ ഓരോ സംസാരിക്കുക. ഇയാൾക്ക് കുറച്ച് ബോധം വേണ്ടേ? ഞാനാണ് ഈ നാട്ടിലെ ജനങ്ങളോട് കെഞ്ചി കാല് പിടിച്ച് അപേക്ഷിച്ച് മിനിസ്റ്ററിന് പെറ്റീഷൻ കൊടുത്തത്. ഈ പണി ചെയ്ത് ഇയാളാണല്ലേ? ഈ നാട്ടിലെ ജനങ്ങൾ രാത്രി 9 മണി കഴിഞ്ഞാൽ പുറത്ത് ഇറങ്ങാറേ ഇല്ല. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം കുറെ പേര് മരിച്ചു പോയത്. പോലീസ് വന്നല്ലോ, പ്രേതമൊന്നുമില്ല. ഇതെല്ലാം വെറും അന്ധവിശ്വാസമാണെന്ന് ജനങ്ങളോട് പറയുന്ന ഓർത്തപ്പോ നിങ്ങൾ തന്നെ പ്രേതത്തിന് പേടിച്ച എങ്ങനെയാ? ഇവിടെയുള്ള ജനങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും നല്ലത് ചെയ്യൂ സർ. അതെ സാറേ, ഈ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്തേക്കണം. ഇവരെയൊക്കെ ഒന്ന് ചോദ്യം ചെയ്താൽ വ്യക്തമായിട്ട് ഉത്തരം കിട്ടും. സാറെന്താ ആലോചിക്കുന്നത്? സത്യം തന്നെയാ പറഞ്ഞത്. ശശി ഇങ്ങോട്ട് വന്നേ. ഇവനാണോ?
നാട്ടിലുള്ള എല്ലാവരുടെ മുമ്പിൽ വെച്ച് ജാക്സൺ തോക്കെടുത്ത് വെടിവെച്ച് കൊന്നു. അയ്യോ, പ്രേതം തോക്കുകൊണ്ട് വെടിവെച്ച് കൊന്നു. ആ ഇംഗ്ലീഷുകാർ അത്ര ഭയങ്കരനായിരുന്നു. ഈ ഫോട്ടോസൊക്കെ വീട്ടിന്റെ അടുത്ത് കിടന്നാന്ന് പറഞ്ഞ് ആൾക്കാർ കൊണ്ടുവന്ന് തന്നതാ. ഈ നാട്ടുകാർ പറഞ്ഞൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാ ഇവിടെ എന്തോന്ന് നടക്കുന്നുണ്ട്. ഇതൊക്കെ ഏതോ ഒരുത്തൻ ചെയ്യുന്നാന്നാ തോന്നുന്നേ. അവനാരാന്ന് ഞാൻ കണ്ടുപിടിക്കാം. രാത്രി 9 മണി കഴിഞ്ഞാൽ പ്രേതം വരുമെന്ന്. പ്രേതം ഒരുത്തൻ പറയുന്നു പ്രേതം ഇംഗ്ലീഷ് പത്രം വായിക്കുമെന്ന്. വേറൊരുത്തനാണെങ്കിൽ പ്രേതത്തിന് ആടിനെ കൊടുത്തില്ലേ പ്രേതം അവനെ കൊല്ലുമെന്ന്. പല വർഷങ്ങളായി ഈ നാട്ടിലുള്ളവരെ അരി പ്രേതത്തിന് നികുതിയായി കിട്ടുന്നെന്ന്. ശരിക്കും പറഞ്ഞ് ഇവിടെ ഉള്ളവർക്ക് വട്ടാന്നാ തോന്നുന്നത്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഒരു 4 ബ്രിട്ടീഷുകാരെങ്കിലും ഇവിടെ തങ്ങിക്കാണെന്നാ തോന്നുന്നത്. അവരെ കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ ഇവർ പേടിക്കുന്നത്. പൊട്ട് തൊട്ടപ്പോ എത്ര സുന്ദരിയാന്ന് കണ്ടില്ലേ. ഞാൻ അലാറം സെറ്റ് ചെയ്തിട്ടില്ലല്ലോ. വിജിമോളെ, ആരാടി നീയെ? ആരോ എന്നെ പേടിപ്പിക്കാൻ ചെയ്താന്ന് എനിക്കറിയാം. എന്റെ കയ്യിലെങ്ങാനും കിട്ടിയാണ്ടല്ലോ. ഓ എന്റെ ദൈവമേ. എടാ മണിയാ, എന്താ സാറേ? ഈ നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങളും വന്നല്ലോ അല്ലേ? എല്ലാരും വന്നിട്ടുണ്ട് സാറേ. ഇന്നലെ രാത്രിയില് നിങ്ങളിൽ ആരോ ഒരാളാണ് ഇന്നലെ എൻ്റെ വീട്ടിൽ വന്ന് എന്നെ പേടിപ്പിച്ചതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതാരാണെന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ചാ സംസാരിച്ചു തീർക്കാം. ഒരുപക്ഷെ ഞാനായിട്ടത് കണ്ടുപിടിച്ചെന്ന് വെച്ചോ. തീർത്തിട്ടങ്ങ് സംസാരിക്കും. അത് നീയാ പറയേണ്ടത്. സ്റ്റാർട്ട്. ഗെറ്റ് ഔട്ട്. നെക്സ്റ്റ്. കട്ട് ഔട്ട്. കെട്ട് അഴിക്കാനോ? ഗെറ്റ് ഔട്ട് എന്നാ പറഞ്ഞേ. ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട്. എന്റെ അമ്മേ. എടി കൊച്ചേ, നിന്നോട് പ്രേതത്തിനെ പോലെ കരയാൻ പറഞ്ഞപ്പോ പെണ്ണ് കാണാൻ വന്ന പോലെ നിന്ന് ചിണുങ്ങുന്നത്. പ്രേതത്തിന്റെ പോലെ കരയേ. ഗെറ്റ് ഔട്ട്. നെക്സ്റ്റ്. കട്ട് ഔട്ട്. ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട്. ഗെറ്റ് ഔട്ട്. All of you get out.
അല്ല മണി എന്റെ വോയിസ് സെറ്റ് ആകുന്നില്ല. എങ്ങനെ ശരിയാകാനാ? അത് പിന്നെ അത് കറക്റ്റ് തന്നെയായിരുന്നു. ഈ ഗെറ്റ് ഔട്ടാ ഇടിക്കുന്നത്. എടാ എന്നാ ആ ഓലിയാനില്ലേ, അതിന്റെ കൂടെ ഗെറ്റ് ഔട്ട് ചേർത്ത് പറഞ്ഞു. സാർ ഒന്ന് പോ സാറേ. ഞാൻ സംസാരിച്ചാൽ വെട്ടാൻ വരുന്ന പോത്ത് പോലെ ആയിരിക്കും. എന്നോട് പെണ്ണുങ്ങളെ പോലെ സംസാരിക്കാൻ പറഞ്ഞാ ഒന്ന് പോ. കഥയൊക്കെ എനിക്കറിയാം. പറയടാ. വേണ്ട സാറേ. പറയാനാ പറഞ്ഞേ സാറേ, എനിക്ക് നാണോ സാറേ. പറയാൻ പറഞ്ഞില്ല ഞാന്. പറയടാ. എടാ, ഒരു പോലീസുകാരനെ കളിയാക്കിയ അയാൾ എന്താ ചെയ്യാന്ന് അറിഞ്ഞൂടാ നിനക്ക്? അത് പിന്നെ ഇത്രയും കാലം ജാക്സൺ എന്ന് പറഞ്ഞ് നാട്ടുകാരെ പറ്റിച്ചത്, രാത്രി 9 മണി കഴിയുമ്പോൾ ഇവിടെ ഉള്ള എല്ലാരെയും ഭയപ്പെടുത്തിയത്, ഇതൊക്കെ ആരാന്ന് ഞാൻ കണ്ടുപിടിച്ചു. എല്ലാം ഈ ചകിരി തലേനറിയാവോ? ഇന്ന് എനിക്ക് ഒരൊറ്റ രാത്രി തന്നാ മതി. ഇവന്റെ തോല് ഉരിച്ചെടുക്കുന്നത് മാത്രമല്ല, ഇവന്റെ ഗാങ്ങിലുള്ള എല്ലാവരെയും ഞാൻ കണ്ടുപിടിച്ചിരിക്കും. അപ്പോ ലണ്ടനിൽ നിന്ന് വന്ന ജാക്സൺ പ്രേതം എന്ന് പറഞ്ഞത് ഇവനല്ലേ? അതല്ലോ. അങ്ങനെയാണെങ്കിൽ ദിവസം രാത്രി വേഷം കെട്ടി നടക്കുന്നത് ഇവനാണ്. ഓഫ് കോഴ്സ്. ഏത് ആംഗിളിൽ നിന്ന് നോക്കുമ്പോഴാണ് ഇവന്റെ മുഖം ഇംഗ്ലീഷുകാരനെ പോലെ ഉള്ളത്? ദേ നോക്ക്, ഇവനെ കണ്ട ഇംഗ്ലീഷ് പ്രേതം പോലെയല്ല, ശരിക്കും പറഞ്ഞ ഇവനൊരു കരടി പോലെയല്ലേ ഇരിക്കുന്നേ. ഈ നാട്ടിലെ ഏറ്റവും വലിയ മണ്ട ശിരോമണിയായത്. കറക്റ്റാ പറഞ്ഞത്. ഇങ്ങയുടെ യഥാർത്ഥ സ്വഭാവം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇങ്ങയുടെ വീടിന്റെ അടുത്ത് എന്റെ അമ്മാവൻ ഈ പോലീസുകാരൻ 3 മാസം ലീവ് എടുത്തിട്ട് കണ്ട പെണ്ണുങ്ങളെ തപ്പി ബ്രോക്കർ പോലെ അരഞ്ഞു തിരിഞ്ഞ് നടക്കുമായിരുന്നു. ഇയാള് പ്രേതത്തെ പിടിക്കാമെന്നല്ല, നിന്നെ പോലെയുള്ള പെണ്ണുങ്ങളെ പിടിക്കാമെന്നാ. എന്താ പറഞ്ഞ? ഒന്നും ഉണ്ടായി പെങ്ങളെ. അത് മാത്രമല്ല, നിന്റെ ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് വീട്ടിൽ വെച്ചിരിക്കുക. ഫോട്ടോയോ? അയ്യോ, സത്യമായിട്ടില്ല കേട്ടോ. ആ ഫോട്ടോക്ക് അതൊരു പൊട്ടു കുത്തി വെച്ചില്ലേ? അതേന്ന് പൊട്ടു കുത്തി വെച്ചിരിക്കുന്നെന്ന്. മാച്ചിങ് ഈ തന്തേ മൂളൊക്കെ കണക്കാ. മാച്ചിങ് ആണ്, മാച്ചിങ്. നിന്നെ സ്കെച്ച് ചെയ്തിരിക്കാം മോളെ. പൊട്ട് മാച്ചിങ് ആയിട്ടാ വെച്ചിരിക്കുന്നത്. അല്ല, ഇയാള് ചിരിക്കാണല്ലോ. ശരിക്കും ഇയാളെന്നെ പ്രേമിക്കുന്നുണ്ടല്ലേ? അതെ, നിങ്ങളുടെ മുഖത്ത് നോക്കി ഇതുവരെ ഒരു പെണ്ണും ചിരിച്ചിട്ടില്ലേ? അങ്ങനെ ചോദിക്കേ. അതെന്താ ചിരിച്ചുടനെ പ്രേമം എന്നാ പറയുന്നത്? ആദ്യം നിങ്ങൾ പ്രേതത്തിനെ പിടിക്കും. ഒരു പോലീസുകാരൻ വേണ്ടായിരുന്നു. എന്താ ചിരിച്ചോണ്ട് പോകുന്നത്? എല്ലാം കൺഫേം ആയെന്ന് തോന്നുന്നു.